ഹായ് ഗൈസ്, ഫഹദ് ഫാസിലിന്റെ പുതിയ പടം ഇറങ്ങാൻ പോകുന്നത് ജൂലൈ 25-ന്. അതും വെറ്ററൻ ആക്ടർ വടിവേലുവിന്റെ കൂടെ തമിഴിലാണ് ഇറങ്ങാൻ പോകുന്നത്. വേൾഡ് വൈഡ് റിലീസ് ഉണ്ട്. തമിഴ് പടാണ്. മാരീഷന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. പുഷ്പ 2 നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഫഹദിനെ കാണുന്നത് 1 വർഷമായി കണ്ടിട്ട്. ബൻവർ സിംഗ് ഷിഖാവത്തായിട്ട് പുഷ്പ 1 പൊളിച്ചിരുന്ന ഫഹദ് തന്നെ പുഷ്പ 2 എത്തിയപ്പോ ക്യാരക്ടർ വൈസ് റൈറ്റിംഗ് വൈസ് വളരെ ഡൗൺ ആയതുകൊണ്ട് തന്നെ പുഷ്പ 1 കിട്ടിയ ഒരു പേരും പുഷ്പ 2 സിനിമക്ക് തന്നെ സ്ക്രിപ്റ്റ് കാണും തന്നെ ഒരു ഡൗൺ സൈഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫഹദിന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കഥാപാത്രം കിട്ടിയിട്ട് കുറെ കാലമായി. കേരളത്തിൽ മാത്രമല്ല ഫഹദ് ഫാസിലിന് ആരാധകർ എല്ലായിടക്കും ഉണ്ട്. തമിഴിലാവട്ടെ തെലുഗുലാവട്ടെ മാമണ്ണനും പുഷ്പ 1 ഉണ്ടാക്കിയ ഒരു ഓളം ഫഹദിന്റെ ഒരു ആക്ടറിന് ഇന്ത്യയിൽ മൊത്തം ഒരു പേരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മലയാളത്തിലെ സ്വന്തം ആവേശം എല്ലാ നാടുകളിലും ഓടിയിട്ട് രംഗണ്ണനെ നമ്മളൊരു സ്വന്തം മുത്തായിട്ട് മാറ്റിയിട്ടുണ്ട് ഫഹദ് ഫാസിൽ. അങ്ങനെ അഭിനയം കൊണ്ട് ഒരു മാജിക് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു നടനാണ് ഫഹദ് ഫാസിൽ. അപ്പൊ ഫാഫ ഫുൾ ഓൺ ഫോമിലാണോ ഈ പടത്തിൽ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ വടിവേലു എന്നുള്ള ഒരു ബ്രില്യന്റ് ആക്ടറിനെ കൂടി അഭിനയിക്കുന്നത്. വടിവേലു എന്നുള്ളൊരു നടൻ കോമഡി ആക്ടിങ് എന്നുള്ള സംഭവത്തിലാണ് ഫേമസ് ആയ പോലും എല്ലാ ആക്ടിങ് സൂപ്പറായി ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ്. അപ്പൊ ഈ ഒരു കോംബോയിൽ വരുന്ന ഒരു പടം എന്ന് പറയുമ്പോൾ അതിനൊരു വെയിറ്റിംഗ് ഉണ്ട്. അപ്പൊ നേരെ ട്രെയിലർ നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. വാ. സൂപ്പർ ഗുഡ് ഫിലിംസ്, AP International, E4 Entertainment. பாப்பா சில வீடு என்ன கூப்பிடுற மாதிரி தோணும். அப்படி இருக்கிற வீட்டுல தான் நான் ஏறுவேன். நான் எப்பவுமே யோசிப்பேன், இந்த ஆகாயத்துல பறக்கிற கொக்குக்கு எப்படி தண்ணிக்கடியில வாழ்ற மீன் சாப்பாடா வந்துச்சு. என்னமோ ஒரு கனெக்ஷன் இருக்கு. அந்த கனெக்ஷன் திருவண்ணாமலையில் ஒரு ஃப்ரெண்ட் இருக்கான். ஓ, நான் அங்கேயே போறேன். பைக்ல போலாம் சார். வாங்க சார், ஜாலியா இருக்கும். எனக்கு கொஞ்சம் ஞாபகம் மருதி அல்ஷிமிஸ் பண்ணல நாங்க பைக்ல திருவண்ணாமலைக்கு போயிட்டு இருந்தோமா. நான் எதுக்குப்பா திருவண்ணாமலைக்கு போனா? நேத்து நைட்டு கூட கரெக்டா என்டர் பண்ணீங்க. இது சரிப்பட்டு வராது. இப்போ உன் பிளான் என்ன? ஏப்பா, ரொம்ப நேரமா ஒரே கியர்ல போற போல் இருக்கேன். கொஞ்சம் கியர் தான் மாத்துவேன். பைக்கை பத்தி ஏதாவது தெரிஞ்சுதா? செக் பண்ணிட்டு இருக்கோம் மேடம், உடனே கண்டுபிடிச்சிடுறோம். வாழ்க்கைன்னா ஜாலியா இருக்கணுமா வேணாம்? இருக்கணுமா வேணாம்? லொகேஷன் ட்ராக் பண்ண முடிஞ்சதா? சார் மோனேட் பயமா இருக்குப்பா. எதுக்கு? என்னையவே முழுசா மறந்துடணும்னு பயமா இருக்கு. பொறுமையா போயிட்டு இருக்கேன். எப்போ என் கண்ட்ரோல் போக போறதுன்னு எனக்கே தெரியல. நான் திரும்பவும் சொல்றேன், அவர்கிட்ட இருந்து பணத்தை அடிக்கிறது தான் உன்னோட வேலை, புரிஞ்சுதா? அவர் உன்னை நம்புற மாதிரி நடி. வாழ்க்கையிலே மறக்க முடியாத பயணம். என்ன பண்றது, இதையும் மறந்துடுவேன். மறந்துட்டனா 3ஆம் முறை கமல் மாதிரி ட்ரை பண்றியா? ஐயா, அந்த மாதிரி மகாநடிப்பெல்லாம் எனக்கு வராது. ലാസ്റ്റ് ഒരു ഡയലോഗ് കൊള്ളാം, പക്ഷെ നമ്മളെ സമ്മതിച്ചില്ല. നല്ലൊരു സോൾഫുൾ ആയ നല്ലൊരു അടിപൊളി ട്രെയിലർ ആയിട്ടുണ്ട്. ഫഹദ് ഫാസിൽ വളരെ ക്ലിയർ ആണ് ട്രെയിലർ തന്നെ. കള്ളനാണ്. വടിവേൽ യാത്രയിലിടയിൽ കണ്ടുമുട്ടുന്ന ഒരാളും പുള്ളിക്കാരനെ പറ്റിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ്. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് തൊണ്ടി മുതൽ ദൃക്സാക്ഷി എന്നുള്ള മലയാളം സിനിമ ഓർമ്മ വന്നു. അതിൽ ഇതുപോലെ സിമിലർ ആണ്. നേരത്തെ കണ്ടുവെച്ച് കൊള്ളയടിക്കുന്ന സംഭവം അല്ല അത്. ഇതിപ്പം എങ്ങനെയാണെന്ന് നമുക്ക് സിനിമ കണ്ടാലേ അറിയൂ. എന്തായാലും ആ ഒരു മോഡൽ പടത്തിനെ കുറിച്ച് പറയുന്നത് തന്നെ കോമഡി ഡ്രാമയാണ്. പടത്തിന്റെ തീം ഇതൊക്കെയാണ് മനസ്സിലായതെങ്കിലും ഒരു ഫീൽ ഗുഡ് എവിടേക്കോ സ്മെല് ചെയ്യുന്നുണ്ട്. എവിടേക്കോ ഒരു എന്താ പറയുക, നമ്മളൊരു മെയ്യഴകൻ, കാർത്തി അരവിന്ദ് അഭിനയിച്ച മെയ്യഴകൻ ടൈപ്പ് പടമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ടൂറിസ്റ്റ് ഫാമിലി ഒക്കെ പോലെ ഒരു മെസ്സേജ് ഉള്ള പടം, പിന്നെ ഒരു ഫീൽ ഗുഡ് ആയ പടം, അങ്ങനെ ഒരു വൈബ് അടിക്കുന്നുണ്ട് ട്രെയിലർ കണ്ടപ്പം. എന്തായാലും ഞാനൊരു ഹൈലി വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ വടിവേലുവിന്റെ ഒരു ആക്ടിങ് ബ്രില്യൻസ് കാണാനുണ്ട് എന്നുള്ളൊരു സംഭവം ഈ ഒരു ട്രെയിലർ തരുന്നുണ്ട്. പുള്ളിക്കാരന്റെ ഒരു ട്രാൻസ്ഫോർമേഷനും ആദ്യം പരിചയം കാണിക്കുന്നതും പിന്നെ പുള്ളിക്കാരൻ അൽഷിമാസ് ആന്ന് പറയുന്നതും അവിടുന്ന് എല്ലാം ഒരു ചേഞ്ചും ഒക്കെ, എന്തൊക്കെ വലിയ സംഭവങ്ങൾ വടിവേല് തരാനുണ്ട്. എന്തായാലും അതൊക്കെ ട്രെയിലറിൽ എക്സ്പെക്ടിങ് ആണ്. പിന്നെ നമ്മൾ ഫഹദ് ഫാസിൽ ഇപ്പം മലയാളത്തിൽ അഭിനയിക്കലൊന്നും പരിപാടികളെല്ലാം നിർത്തി വെച്ചിട്ടുള്ളത്. ഫുൾ പ്രൊഡക്ഷനിലാണ് ഉള്ളത്. നിവിൻ പോളി മമിത വെച്ചിട്ട് ഒരു പടം പ്രൊഡക്ഷനിൽ പൂജ നടത്തുന്ന ഒരു സ്റ്റോറി നിവിൻ ഷെയർ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പടങ്ങൾ പ്രൊഡക്ഷനിലാണ് ഇപ്പൊ പുള്ളിക്കാരെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആവേശം കഴിഞ്ഞിട്ട് ഒരു തണുത്ത മട്ട അത് പോരാ. നമുക്ക് മലയാളത്തിന് ഒരു പടം വേണം. അപ്പൊ എന്തായാലും ജൂലൈ 25 ഞാൻ ഹൈലി വെയിറ്റിംഗ് ആണ്. നിങ്ങൾ വെയിറ്റിംഗ് ആണോ? നിങ്ങൾ ഈ ട്രെയിലർ കണ്ടോ? എങ്ങനെയുണ്ട് ട്രെയിലർ? ഇഷ്ടപ്പെട്ടുവാ?
ഫഫ വടിവേലു ഈ കോംബോ നിങ്ങൾ വെയിറ്റിംഗ് ആണോ? ഫഫയുടെ ഒരു ആക്ടിങ് വിസ്മയം കാണാൻ റെഡിയാണോ? വടിവേലുവിന്റെ ഒരു ബ്രില്യൻസ് കാണാൻ നിങ്ങൾ റെഡിയാണോ? എന്തൊക്കെയാണ് സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകളും? നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സംഭവം താഴെ മറക്കാതെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ മറക്കുന്നുണ്ട് കേട്ടോ, മറക്കരുത്. അപ്പൊ അത്ര ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.